ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഗാർഡൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീടാണ്, സന്ധ്യ ചേച്ചിയുടെ വീടാണ്. ഇവിടുത്തെ ഗാർഡന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം കോളിയസ് പ്ലാന്റും ക്രോട്ടൺ പ്ലാന്റ്സും ആണ് ഈ ഒരു ഗാർഡനിൽ കൂടുതലായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അധികം പൂക്കളുള്ള ചെടിയേക്കാൾ കൂടുതൽ ഇലകളിൽ വർണ്ണവിസ്മയങ്ങളുള്ള ചെടിയോടാണ് ആൾക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ അവരുടെ 7 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലുള്ള പ്ലാന്റ്സുകളാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോ ചെടിയെയും നമുക്ക് അടുത്ത് പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ മതിലിൻ്റെ മുകളിലൂടെ നമുക്ക് ഫുള്ളായിട്ട് ക്രോട്ടൺ പ്ലാന്റ്സ് കാണാൻ പറ്റും. ആ ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുള്ളായിട്ടും കോളിയസ് പ്ലാന്റ് ആണ് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ചട്ടികളിലായിട്ടും ബാക്കി മുഴുവനും വണ്ടിയുടെ ടയർ ഉണ്ടല്ലോ അതിൽ മണ്ണ് നിറച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ്സ് ഫുള്ളായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് ചെറിയൊരു ആമ്പൽക്കുളമുണ്ട്. ആ ആമ്പൽക്കുളത്തിൽ നിറയെ ചെറിയ ചെറിയ മീനുകളുണ്ട്. അതിൻ്റെ ഭിത്തിയിലായിട്ട് ഒരു മത്സ്യ കന്യകയെ കൂടി അവർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളിയസ് പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതായത് അതിനെ ഓരോ പ്ലാന്റ്സ് ആയിട്ട് നട്ടിട്ട് പിന്നെ അതുമെന്ന് ഓരോന്നിനെ കട്ട് ചെയ്ത് നിറയെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. ഈ ഒരു ഫുൾ ഗാർഡൻ അവർ ചെയ്തിട്ടുള്ള ഒരു 7 മന്ത് കൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്രോട്ടൺ പ്ലാന്റ്സിന് കുറേ അധികം കാലപ്പഴക്കമുണ്ട്. അതായത് ഒരു 10 ഇയേഴ്സിന് മുകളിലായിട്ട് ഉള്ള ഒരു പ്ലാന്റ്സ് ആണത്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഭിത്തിയിൽ അവരൊരു വെർട്ടിക്കൽ ഗാർഡൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയായിട്ടുണ്ട്. കാരണം അവിടെ ഭിത്തിയിൽ മുകളിലായിട്ട് ഒരു മരം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഹാങ് ചെയ്തിട്ടാണ് ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഭിത്തിയിലും ചെറിയ ചെറിയ പോട്ട്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് അതിലും ചെടികൾ നട്ടിട്ടുള്ളത്. പിന്നെ നിലത്ത് മുറ്റത്തിൻ്റെ അരികു ഭാഗത്തായിട്ട് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ വൈറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് നമുക്ക്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് വിങ്കാ റോസിയയുടെ 2 കളറുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു മത്സ്യകന്യകയെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും ഡയറക്റ്റ് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മുകളിലും അവർ ചെടി നട്ടിട്ടുണ്ട്. അതായത് 7 സെൻറ്റിലുള്ള വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലും ഒരു സ്ഥലം പോലും കാലിയായിട്ട് വെച്ചിട്ടില്ല. അതിൻ്റെ എല്ലാ സൈഡിലും അവർ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് വളങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇടുന്നൊന്നുമില്ല. ചാണകവളം തന്നെയാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നതെന്നാണ് കക്ഷി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഓരോ നിരയിലും ഓരോ തരം ചെടികൾ കുറേ അധികം സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പുതുതായിട്ട് കുറേ പ്ലാന്റ്സ് ഇവിടെ നട്ട് പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ മതിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത്. ഇതുപോലെ ചെറിയ ചട്ടികളിലായിട്ട് വേര് പിടിക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ സിങ്കോണിയത്തിൻ്റെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. അതിൻ്റെ 2-3 വെറൈറ്റി ഐറ്റം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മതിലിൽ ഇതുപോലുള്ള പുല്ല് പോലെയുള്ള ഒരു ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം ചെറിയ ചെറിയ പോട്ട്സിൽ ഇതുപോലെ ഹാങ് ചെയ്തിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വീടിനോട് ചേർന്നുള്ള ഭിത്തിയിൽ അതിൻ്റെ തൂണിൽ നല്ലൊരു മണി പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ അരികിലായിട്ട് കുറേ ചട്ടികളിലായിട്ട് കുറേ ചെടികളുണ്ട്. അതിലൊക്കെ പൂക്കളുള്ള ചെടികളാണ് ആ ഒരു ഭാഗത്ത് കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ.
അപ്പോൾ അതിൽ കുറച്ച് പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ജനുവരി ഫ്ലവർ നല്ല രീതിയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. അതൊരു 3-4 മാസം അതേപടി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വെൽവെറ്റ് ചെടി ഉണ്ടല്ലോ, അതും ബുഷിയായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. അതിൽ പൂക്കൾ ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു നല്ലൊരു പ്ലാന്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട് ഇവിടെ. ഈ ഒരു സൈഡിലായിട്ട് വലത് സൈഡിൽ ഇങ്ങനെ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റും ആണുള്ളത്. ഹാങ്ങിങ് പ്ലാന്റ് ഒരുപാട് സെറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോൾ നട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് സൈഡിലായിട്ട് മണി പ്ലാന്റിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ പുറത്തുള്ള മതിലിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നല്ല രീതിയിൽ ബുഷിയായിട്ട് തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് 10 മണി ചെടികളുടെ ഒരു ചെറിയൊരു കളക്ഷൻ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബോൾസ് അല്ല, ഐസ്ക്രീമിൻ്റെ ആ ഒരു ഡബ്ബ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് അതിൽ നിറയെ ഇതുപോലെ 10 മണി ചെടികൾ നട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇതൊരു ചീരയാണ്, അത് ചെടിയായിട്ടിപ്പോൾ വളർത്തിയതാണ് ആള്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഈ ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരേ ചെടി തന്നെ ഒരു ലൈനിൽ ഫുള്ളായിട്ട് ചെയ്തത് കൊണ്ട് അത് നല്ല ബുഷിയായിട്ട് വരുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഇതിപ്പോൾ പുതുതായിട്ട് ചെയ്ത ഒരു ഗാർഡനാണ്. ഇതിൽ അരികു സൈഡിൽ ബുഷിയായിട്ട് വളരുന്ന ഒരു ഇലകളുള്ള ഒരു ചെടിയും അതിൻ്റെ സൈഡിലായിട്ട് ഫുള്ളായിട്ട് 10 മണി ചെടിയാണ് ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ആയിട്ട് വരുന്നേ ഉള്ളൂ, അതായത് ഇതിപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ നട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ഫുള്ളും അത് നിറയ്ക്കാനാണ് ആളുടെ പ്ലാന്. അപ്പോൾ ഈ ഒരു ചെടിയും നല്ല ഭംഗിയുണ്ട്, കാരണം പല കളേഴ്സിലുള്ള ചെടികൾ അതിൽ നട്ടു കൊടുത്തിട്ട് അതിൽ പല കളേഴ്സിലും പൂവുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിങ്കോണിയത്തിൻ്റെ നല്ല ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ട്. ഇതാ ഇതുപോലെ ഒരു നമ്മുടെ വെജിറ്റബിൾ ടോക്കറി പോലെയുള്ള ഒരു ഇതിലാണ് ഈ ഒരു 10 മണി നട്ടിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയായിട്ടുണ്ട്, കാരണം പല കളേഴ്സാണ് അതിലുള്ളത്. പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കൂജയിൽ ഒരു മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഈ ഒരു സൈഡിലുണ്ട്, അതൊക്കെ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ യൂഫോർബിയയുടെ നല്ല ഒരു പ്ലാന്റ് ഉണ്ട്, നല്ല റെഡ് കളർ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, നിറയെ പൂക്കൾ ഉണ്ടായിട്ട് അത് കാണാൻ. ഇത് കണ്ടില്ലേ, നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനോട് അടുപ്പിച്ച് തന്നെ യൂഫോർബിയയുടെ വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ടായിട്ടുണ്ട്, അതിൽ ചെറിയ പൂക്കളാണുള്ളത്. പിന്നെ അതിനോട് തൊട്ട് തന്നെ വേറെയും കുറച്ച് ഫ്ലവേഴ്സ് ഉള്ള ചെടികൾ ഇതുപോലെ ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ജസ്റ്റ് കുറച്ചായിട്ട് നട്ടിട്ട് അധികം ടൈമൊന്നും ആയിട്ടില്ല. പിന്നെ ജമന്തിയുടെ ഒരു ഇത് ചട്ടിയിലുണ്ട്, അതും ഫ്ലവർ ഉണ്ടായി വരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറ്റി ചെക്കി ഉണ്ടല്ലോ, അത് നട്ടിട്ടുണ്ട്, അതിലും പൂവുകൾ ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു സൈഡിലും അവർ വേസ്റ്റ് ആക്കി വെച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് പുതിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ നട്ടതേ ഉള്ളൂ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് ഇതുപോലുള്ള ഭിത്തിയിൽ പെയിൻറ്റിൻ്റെ ബോട്ടിൽസ് വെച്ചിട്ട് അതിൽ കോളിയസ് പ്ലാന്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് നാളായിട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ, അതൊക്കെ ബുഷിയായിട്ട് വളർന്ന് തുടങ്ങിയിട്ടില്ല, അതൊക്കെ ആവുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കോളിയസ് പ്ലാന്റ് തന്നെയാണ്, കാരണം അത് നല്ല ബുഷിയായിട്ട് വളർന്നത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട്. അതിനോട് ചേർന്നിട്ടൊരു മാവുണ്ട്, ആ മാവിൽ ടർട്ടിൽ വൈനൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മതിലിൻ്റെ ആ ഒരു ഭിത്തിയിൽ ഇതുപോലെ ഒരു നല്ലൊരു ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു വെൽവെറ്റ് ടൈപ്പിലാണ്. ഇതിൻ്റെ 2-3 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ ഈ ഒരു കളറേ കാണുന്നുള്ളൂ. പിന്നെ ആ ഒരു ആമ്പൽ കുളത്തിൽ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ കോളിയസ് പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രസമാണ്, കാരണം എല്ലാ കളറുകളും ഉണ്ട് ഇതിൽ. ഇത്
നല്ല പണിപ്പെട്ടിട്ട് തന്നെയാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരു 6 months എടുത്തു എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രസമായിട്ട് തോന്നുന്നത് ആ ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. ക്രോട്ടൺ പ്ലാന്റ്സ് ഇവർ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 വർഷത്തിന് മേളിൽ ആ ഒരു ചെടിക്ക് പഴക്കമുണ്ട്. അത് മതിലിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ അവർ എന്താ ചെയ്തത്, കട്ട് ചെയ്തിട്ട് അതിനെങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പുറമേ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.